ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. സദ്ദേവിയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം കാലികമായ സംഭവ വികാസങ്ങളും നമ്മൾ പറഞ്ഞു തന്നെ പോകണമല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്തനായിട്ട് മേലവിലാസമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ ബാധിക്കുന്നൊരു വിഷയം വന്നിരിക്കുന്നു. അതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും കാര്യമൊന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നാർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അതാണ് ഞാൻ വ്യക്തമാക്കുന്നത്. എനിക്കത് നോക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയത്തോടൊക്കെ എനിക്ക് മടുപ്പ് വന്നിട്ട് എത്രയോ കാലമായി. തുറന്നു പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു രാഷ്ട്രീയത്തിൻ്റെയും വാല് താങ്ങിയല്ല. ഞാൻ എൻ്റേതായ ഒരു പാതയിൽ ദൈവിക വിഷയത്തിൽ ഇങ്ങനെ പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ഇത് എന്നെ ബാധിക്കുന്നൊരു വിഷയമായി മാറി. അതൊരു യാഥാർത്ഥ്യമാണ്. എന്താണെന്ന് വെച്ചാൽ, തന്ത്രിയുടെ വിഷയം വരുമ്പോൾ ദൈവികമായിട്ട് നമ്മൾ അതിന് ഉത്തരം പറയാൻ, ഞാനും ദൈവികമായ കർമ്മം ചെയ്യുന്ന മനുഷ്യനായതുകൊണ്ട് എനിക്കതിന് ബാധ്യത വരുന്നു. അല്ലെങ്കിൽ ഞാനും ചിലപ്പോൾ കളിയാക്കപ്പെടും ഈ വിഷയത്തിൽ. അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇൻവോൾവ്ഡ് ആവുന്നത്. തന്ത്രി ഒരാളെന്നെ കളിയാക്കാൻ വേണ്ടി, ഇതെല്ലാം തട്ടിപ്പല്ലേ, നിങ്ങളെ തന്ത്രി കാണിച്ചത് കണ്ടില്ലേ, അയാൾ ജയിലിലായില്ലേ, ഇങ്ങനെ ചോദിച്ചാൽ എൻ്റെ തൊലിയുരുവില്ല. എനിക്ക് മറുപടി പറയാനുണ്ടോ? അതാണ് വിഷയം. അതുകൊണ്ടാണ് അത് പറയുന്നത്. അല്ലേ പറയില്ല. മടുത്തു. കാരണം ആരും നന്നാകാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെ. ഇനി ആരിലാണ് നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത്? രാഷ്ട്രീയക്കാരന് പോട്ടെ, അവൻ്റെ ജന്മമേ അങ്ങനെ, അവന് അത് പണ്ടായിപ്പോയി നല്ല രാഷ്ട്രീയക്കാരൊക്കെ. ഇപ്പോൾ അത് അങ്ങനെയാണ്. ഇനി ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലും ഏതാണ്ട് മഹാഭൂരിപക്ഷവും നമ്മൾ കാണുന്നില്ലേ. വിജിലൻസ് പിടിച്ചു, മറ്റേത് പിടിച്ചു, മറിച്ചേത് പിടിച്ചു. അപ്പോൾ ഇതൊന്നും ആർക്കും ഇനി നന്നാക്കാനൊന്നും ആവുമെന്ന് തോന്നുന്നില്ല. ഒരു നിരാശ ബാധിച്ചുള്ള വർത്തമാനമല്ല. കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം കലിയുടെ മൂർധന്യത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും പോലും. അതാണ് ഈ തന്ത്രിയൊക്കെ കൊടുക്കുന്നത്. കലി അതിൻ്റെ ഫുൾ കളി കളിക്കുകയാണ്. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. 6-1-56 രാത്രി 10:35. ആരുടേതാണ്? എന്റെ തന്നെ. ചോദ്യ നക്ഷത്രം എന്താണ് അറിയേണ്ടത്? ആരോഗ്യത്തിന്റെ സുഖമില്ല, ദേഹത്തിന് സുഖമില്ല. പിന്നെ സാമ്പത്തികമായിട്ട് കുട്ടികളുടെ കാര്യമൊന്നും അറിയാൻ പറ്റും. അല്ല, ഇപ്പം ഏജ് 70 വയസ്സായല്ലോ. അതന്നെ, അങ്ങനെ അപ്പൊ സുഖമില്ല. അതൊന്നും അങ്ങനെ അതെന്താന്ന് അറിയാൻ പറ്റും. അല്ല, അത് ഇപ്പൊ സമയം നല്ലതല്ല. ശുക്രന്റെ സ്വാപഹാരമാണ്. അതിന് 2.5 വർഷം കൂടി മോശ സമയമാണ്. ഒപ്പം ടെൻഷനും ഭയങ്കരമായിരിക്കും. ഒക്കെ ഒരു നമ്മളെ ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ അത് ഈ പീരീഡിൽ അങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കുറച്ച് മാറ്റം ഉണ്ടാവും.
മക്കളെ എങ്ങനെ കയ്യില് വരും? മക്കളെ എന്താണ് ഇനി നിങ്ങൾ വളർത്തി വിട്ടില്ലേ? ഓ, നിങ്ങൾ അവരെ വളർത്തി വിട്ടില്ലേ? ആ വിട്ടു. പിന്നെന്താണ്? വിട്ടു. അല്ല, അങ്ങനെ ഭാവിയിൽ എങ്ങനെയാണ്? എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്? ഇതെന്തിനാണ് നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത്? ഇപ്പൊ എനിക്കും 3 മക്കളുണ്ട്, ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ. അവരെ വിധി. ഇതെന്തിനാണ് നമ്മളിങ്ങനെ ഇതാകുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തില്ലേ? ഇനി അവര് ജീവിച്ചോളൂ. ഇത് ഓർത്തിട്ട് നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അതിനോട് യോജിപ്പില്ല. എല്ലാം നിങ്ങളെ മക്കള് 40 വയസ്സായില്ലേ? സ്വാഭാവികമായിട്ടും ഇനി അവരെ കാര്യം നിങ്ങൾ എന്തിന്? അവർക്ക് മക്കളായി, അവരവരെ മക്കളെയും കൊണ്ട് പോകട്ടെ. ശരി. ആയുസ് ഇവിടെ ഹൃദയ സംബന്ധമായി ശ്രദ്ധിച്ചാ മതി. കരിച്ചും പൊരിച്ചും തിന്നണ്ട. ആ ശരി, ബാക്കിയുള്ള ഒന്നും വലിയ പ്രശ്നമല്ല. അല്ലല്ല. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ നമ്മളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ വന്നാൽ സംസാരിച്ചല്ലേ പറ്റൂ. നമ്മളെ ബന്ധപ്പെടുന്ന ഏത് വിഷയത്തിലാണോ നമ്മൾ നിശബ്ദനാവുന്നത്, അതേറ്റവും മോശമായിട്ടാണ് പറയുന്നത്. നമ്മളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ എൻ്റെ ഈ പരിപാടി കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ എന്നെ നേരിട്ട് വന്ന് കണ്ടവരാണ്. അവർക്കറിയാം 44 തിരി കത്തിച്ചിട്ടുള്ള പൂജ ചെയ്യുന്ന ആളാണ് ഞാൻ. അങ്ങനെ പൂജ ചെയ്യുന്ന ഞാൻ ഇന്ന് വരെ ഭണ്ഡാരം എന്നുള്ളൊരു സാധനം എൻ്റെ പൂജാമുറിയുടെ മുമ്പിൽ വെച്ചിട്ടില്ല. അങ്ങനെ വെച്ചാൽ എന്തായാലും 10 റുപ്യ മുതൽ 100 റുപ്യ വരെ മനുഷ്യരതിൻ്റെ അകത്ത് ഇടുമല്ലോ. അത് 1000 ആളിട്ട എത്രയായി? അത് 5000 ആളിട്ട് കഴിഞ്ഞാൽ അത് വേറെയായി, എത്രയോ സംഖ്യ വർദ്ധിച്ചില്ലേ? അപ്പോൾ ആ പൈസ വേണ്ടെന്ന് വെച്ച ആളാണ് ഞാൻ. ഇപ്പം അടുത്ത് എൻ്റെ വീട്ടിൽ ചണ്ഡികാഹോമം നടക്കുന്നുണ്ട്. മൂകാംബികയിൽ നിന്ന് തന്ത്രിയൊക്കെ വന്നിട്ട് ചണ്ഡികാഹോമം നടത്തുമ്പോൾ എത്രമാത്രം ചിലവുണ്ടാവും? അതിനും പിരിവെടുത്തിട്ടല്ല ഞാൻ ചെയ്യുന്നത്. അപൂർവം എൻ്റെ അടുത്ത് വന്നിട്ട് വലിയ മുതലാളിമാരായ കുറച്ച് ആൾക്കാർ, എന്തുവേട്ടാ ഇത് നമ്മൾ അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ പൈസയൊക്കെ അയക്കും, ഇല്ലെന്നല്ല. അതൊക്കെ അവരുടെ ഇഷ്ടം, ഞാൻ ചോദിച്ചിട്ടല്ല. അങ്ങനെയുള്ളത് സ്വീകരിക്കണമല്ലോ. അല്ലാതെ ഒരാളോടും ഞാൻ 1 രൂപ പോലും വാങ്ങുന്നില്ല ഇതിൻ്റെ പേര് പറഞ്ഞ്. അതേസമയം ഞാൻ മോതിരം വിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് സത്യം തന്നെയാണ്, ഇല്ലയെന്നും പറയുന്നില്ല. അത് ഇപ്പോൾ ലോകത്തിലെല്ലാവർക്കും ഒരു കച്ചവടം വേണമല്ലോ, ഒരു ബിസിനസ് വേണമല്ലോ, അല്ലാതെ ഇപ്പം ജീവിക്കാൻ പറ്റില്ലല്ലോ. അത് വേറെ കാര്യം. പക്ഷേ ഈ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഞാനിതില്ല. എന്തുകൊണ്ട് തന്ത്രിയുടെ കാര്യത്തിൽ ഞാൻ വിമർശിക്കുന്നു എന്ന് പറഞ്ഞാൽ, തന്ത്രി അവിടെ ഒരു കൊല്ലം ഏറ്റവും ചുരുങ്ങിയത് ഈ 18ാം പടി കയറുന്നവരുടെ കണക്കാണ് അവിടെ വെക്കുക. അത് 60 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള ആൾക്കാർ അവിടെ കയറുമെന്നാണ് കണക്ക്. മറ്റേ വേറെ പല കച്ചവട ആവശ്യങ്ങൾക്കും മറ്റ് പലതിനും വേണ്ടി വരുന്നവരുണ്ടാവാം. അവരൊന്നും 18ാം പടി ഇരുമുടി കെട്ടും കൊണ്ട് 18ാം പടി കയറില്ല. അതുപോലെ വടക്കേ നടവഴി കയറുന്നവരുടെ കണക്കും കിട്ടില്ല. കാരണം അത് കണക്കിൽപ്പെടാത്തതാണ്. ഈ 18ാം പടിയാണ് എണ്ണം കിട്ടുക. അതാണ് ഇന്ന് 1 ലക്ഷം ആൾ കയറി, അല്ലെ 68,000 ആൾ കയറി എന്നൊക്കെ പറയുന്നത്. അത് വെച്ചിട്ടാണ്. അങ്ങനെ വരുമ്പോൾ എന്തായാലും 1 കോടി ആൾക്കാരവിടെ എത്തും. ഈ 12 മാസ സംക്രമവും കൂടി ഉണ്ടല്ലോ. അത് കൃത്യമായ കണക്കല്ല, ചിലപ്പോൾ 1.5 കോടി 2 കോടി വരെ പോയേക്കാം, ഒന്നും പറയാൻ പറ്റില്ല, അയ്യപ്പൻ്റെ കാര്യമല്ലേ. ഏതായാലും അങ്ങനെ എത്തുന്നവരിൽ 1 ലക്ഷം ആളുകൾ എങ്കിലും
പ്രത്യേകിച്ചിട്ടും ആന്ധ്ര തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്നവർ ഒരു അയ്യപ്പനായിട്ട് തന്നെയാണ് ഈ മനുഷ്യനെ കാണുക. അതാണ്, അയ്യപ്പനെ പോലെ തന്നെയാണ് കാണുക. അയ്യപ്പൻ കഴിഞ്ഞാൽ രണ്ടാമൻ, അങ്ങനെയാണ് കാണുക. അങ്ങനെ വരുമ്പോൾ ഈ കക്ഷിക്കൊന്നും ആരും 500 കുറഞ്ഞ് കൊടുക്കില്ല. 100 അപൂർവ ആൾക്കാർ കൊടുക്കും. 500 അധികം പേരും കൊടുക്കുക. അത് തന്നെ എത്രയായി? 5 കോടി ഉറുപ്പ്യയില്ലേ? 1 ലക്ഷം ആളെ കൂട്ടിയാൽ മതി. നമ്മൾ കൂടുതൽ കൂട്ടണ്ട. ഈ വരുന്ന 1 കോടി ആളും തന്ത്രീനെ കാണണമെന്നൊന്നുമില്ല. പക്ഷെ അതിൽ സമ്പന്നന്മാരായ 1 ലക്ഷം ആൾക്കാരെങ്കിലും കാണും. ഒരു സുമാറ് കണക്ക് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അവർ 500 റുപ്യ കൊടുക്കും. അത് ഒരു കാരണവശാലും അത് ഭണ്ഡാരത്തിലേക്കോ അല്ലെ ദേവസ്ഥത്തിലേക്കോ ഉള്ള പൈസയല്ല, ദക്ഷിണയാണ്. ദക്ഷിണക്ക് ലോകത്തിലെവിടെയും ഒരു കണക്കും വെച്ചിട്ടില്ല. അത് വെറുതെ തന്ത്രിക്ക് കൊടുക്കുന്ന ദക്ഷിണയാണ്. ആ പൈസ തന്നെ എത്രയായി? അപ്പോൾ എത്ര വലിയ കോടീശ്വരനാണ് തന്ത്രി. ആ കണക്കിന് നമ്മളെല്ലാം വെറും ഗതികെട്ട നാലാംകട ഗതികെട്ട മനുഷ്യന്മാർ. ആ മനുഷ്യനെയൊക്കെ താരതമ്യം ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഒന്നുമില്ല എല്ലാം. കാരണം ഈ വെളിച്ചെണ്ണയും പൂവും മേടിച്ചെല്ലാം തീർത്തില്ലേ പൊട്ടൻ. അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് സങ്കടം വരും. ഇത്രയും കിട്ടിയിട്ട് പിന്നെ എന്തിനാണ് ഈ പോറ്റിയെ കൊണ്ട് കളിച്ചത്? ഇതാണ് ഞാനിതിനെ വിമർശിക്കാനുള്ള കാരണം. ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ ഹലോ, ഇത് കണ്ണൂര്. ആ പറഞ്ഞോളൂ. 29 ഹലോ പറയൂ. 29 11 11 ഓക്കെ 1977 10:25 AM. പുണർതം. ആ, എന്താണ് അറിയേണ്ട വിഷയം? പറയൂ. ഒന്നും അവന്റെ കാര്യം അവര് അവതാളത്തിലാണ്. ഓ, അവതാളത്തിലോ? അവതാളം എന്ന് പറഞ്ഞാൽ താളമില്ല, അതാണ്. താളമില്ലാതെയാണ് പോകുന്നത്. ഒരു താളത്തിൽ പോയാലേ എല്ലാ കാര്യവും നടക്കുള്ളൂ എന്നാണ്. അപ്പോൾ അവതാളായി. അപ്പോൾ അത് നല്ല താളവും ഉണ്ടാവുമെന്ന് അറിയാനാണ്. അല്ല, നല്ല കാലം സ്വാഭാവികമായിട്ടും 11 ശുക്രൻ ബാക്കിയല്ലേ, അത് വലിയ നല്ല കാലമാണ്. അത് പക്ഷെ കുറച്ചുകൂടി വൈകും, തൊണ്ടിയാവും അപ്പോഴേക്കും. അതാണ് പ്രശ്നം. കാരണം ഇപ്പം ഇനി നിങ്ങൾക്ക് 2028 വരെ ബുധദശയാണ്. അത് കഴിഞ്ഞിട്ട് 2035 വരെ കേതുദശയാണ്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 48, 3, 51, 7, 58. പിന്നെ ഒരു ശുക്രൻ്റെ സ്വാപഹാരമുണ്ട്. 57, 3, 60 വയസ്സിന് മേലെയാണ് നിങ്ങളുടെ സൂപ്പർ ടൈം. അപ്പോൾ അത് ഇപ്പം അങ്ങനെ പറഞ്ഞാൽ, ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ 60 കഴിഞ്ഞ ആളല്ലേ, എന്നിട്ട് നിങ്ങൾ അങ്ങനെ ചിരിക്കല്ലേ. ഞാൻ വലിയ കളവനാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാ അത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ കളവനും കളത്തിയൊന്നും ആവില്ല 60 വയസ്സിൽ. അത് മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ 60 വയസ്സിന് ശേഷമാണ് നിങ്ങളുടെ സൂപ്പർ ടൈം വെച്ചിട്ടുള്ളത്. ഭഗവാൻ, മകന്റെയാ? എന്നിട്ട് നിങ്ങളുടെ ശബ്ദം ഇങ്ങനെ ഒരു കളത്തിയുടെ ശബ്ദമൊന്നുമല്ലല്ലോ. നിങ്ങൾ ചിരിക്കുമ്പോൾ ടെലഫോൺ മണി പോൽ സിരിപ്പപ്പോൾ ഇവിടാന്നല്ലേ പറയുന്ന പാട്ട് പോലെയല്ലേ ഉള്ളത്. എന്താ അത്? 50 വയസ്സുള്ള മകന്റെ അമ്മക്ക് എന്തായാലും 70 വയസ്സ് കാണൂലേ? നിങ്ങളുടെ ചിരിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് 30-കാരിയുടെ ചിരിയാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു നിങ്ങളെ. അത് നിങ്ങളുടെ മനസ്സിന്റെ നന്മയും കൂടി കാണിക്കുന്നുണ്ട്. അത് നമുക്ക് അങ്ങനെ
ഒരു ചിരി ചിരിക്കാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിൽ കാപട്യമുള്ളവർക്ക് അങ്ങനെ ചിരിക്കാനാവില്ല. അപ്പോൾ അത് നിങ്ങളുടെ അപാരമായ നന്മ. 60 വയസ്സ് കഴിഞ്ഞാലാണുള്ളത്. നിങ്ങളുടെ മകന് പക്ഷേ 60 വയസ്സ് കഴിഞ്ഞാലാണ്. അത് കാണാനൊക്കെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ. എന്ന് വെച്ചിട്ട് അതുവരെ മോശമാണെന്നോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അതായത് മോശമില്ല, പക്ഷേ അതാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യന്റെ സൂപ്പർ ടൈം പറയൂലേ നമ്മൾ, ആ സൂപ്പർ ടൈമിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ അത് ഈ ജാതകപ്രകാരം വളരെ പ്രായം കൂടിയിട്ട് 60 വയസ്സിന് മേലോട്ടാണ് ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് യോഗകാരകനായ ശുക്രനാണ്. ആ ശുക്രൻ്റെ ദശ പിന്നെ അത്രമാത്രം സൗഭാഗ്യങ്ങൾ നൽകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഏത് രൂപത്തിലാണ് വരിക എന്നൊന്നും ഇപ്പോഴെനിക്ക് പറയാനാവില്ല. പിന്നെ ഇതൊക്കെ ആരോഗ്യം നിലനിർത്തിയാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. ആരോഗ്യം നിലനിർത്താൻ അയാളോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയണം. കാരണം ആരോഗ്യത്തിന് വീക്കാവുന്ന ചില കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് അയാളോട് ശ്രദ്ധിക്കാൻ പറയണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്ദുലാൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയണം. കാരണം അത് ഈ ജാതകത്തിൽ എന്തോ കാണാതെ ഞാൻ അങ്ങനെ പറയില്ലല്ലോ. ഹെൽത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ദശ അനുഭവിക്കാനും കഴിയും. 60 വയസ്സാകുമ്പോഴേക്കും ആരോഗ്യം വീക്കായി പോയി കഴിഞ്ഞാൽ, അങ്ങനെ വീക്കായി പോകുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ. എല്ലാ തേജസ്സും പോയി എല്ലാം പോകുന്ന ആൾക്കാരില്ലേ. അപ്പോൾ അതുകൊണ്ട് അത്തരം വ്യക്തിയാവാതെ നല്ല ആരോഗ്യം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ പറയുന്ന കാലഘട്ടം നല്ലതായിരിക്കും. ഏതായാലും ഇപ്പം ദൈവം സഹായിച്ചിട്ട് അയാൾക്ക് ഇപ്പം വലിയ മോശമൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ മോശമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് അയാൾ ഉയർന്നില്ല, അതൊരു സത്യമാണ്. അത്രമാത്രമേ ഉള്ളൂ. മറ്റല്ലാതെ അയാളുടെ ജീവിതം തൊലഞ്ഞു പോവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ നല്ല യോഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നല്ല സ്വന്തമായിട്ട് അറിവുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല അറിവുണ്ടാവും ഇയാൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം നീങ്ങാൻ അറിയാം. അതാണല്ലോ മനുഷ്യന് വേണ്ടത്. അല്ല, അതൊക്കെ ഓരോ ദുർവിധികളല്ല. അത് 7-ാം ഭാവത്ത് ചൊവ്വയല്ലേ, മകരലഗ്നവും. പിന്നെ കല്യാണം ശരിയാവുമോ? ഞാൻ പറയണ്ടല്ലോ. അതൊക്കെ അങ്ങനെ തന്നെ. അതൊക്കെ ഈ ജാതകത്തിലെ ദുർവിധികളാ. അതൊക്കെ ദുർവിധിയിൽപ്പെട്ടതാ. അതൊക്കെ അത് 7-ാം ഭാവത്തിൽ ചൊവ്വയും അഷ്ടമത്തിൽ ശനിയും, ലഗ്നാധിപൻ അഷ്ടമത്തിൽ നിർഭാഗ്യയോഗം, പിന്നെ 9-ാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നു. നല്ല യോഗം മാത്രമല്ല നിങ്ങളുടെ മകന് വെച്ചിട്ടുള്ളത്, പിന്നെ മോശയോഗങ്ങളും വെച്ചിട്ടുണ്ട്. 7, 8, 9 ഭാവങ്ങൾ ഒരുമിച്ച് പിഴച്ചുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം തിരിച്ചടികൾ ജീവിതത്തിൽ വരും. പക്ഷേ നല്ലതും പിന്നെ നല്ലതും ദോഷവും ഈ ജാതകത്തിലുണ്ട്. പിന്നെ നമ്മളെ സംസാരം ആദ്യമേ പിന്നെ നല്ല കാലത്തെക്കുറിച്ചായതുകൊണ്ട് അങ്ങനെ അതിലേക്ക് ഞാൻ കടക്കാണ്ട് ഇരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള ദോഷങ്ങളൊക്കെ ഈ ജാതകത്തിലുണ്ട്. അതിനെ ഇനി നോക്കിയിട്ട് കാര്യമില്ല. ഇനിയും ഒരു കല്യാണവും കൂടി കഴിച്ചേക്കാം. അങ്ങനെ സംഭവിക്കാം. പ്രത്യേകിച്ച് ശുക്രൻ വരാനിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അന്നേരം പിന്നെ ഇപ്പം പിന്നെ ആ പ്രായമൊന്നും ഒരു വിഷയമൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പറയുന്ന ഒരു വിവാഹവും കൂടി ഞാൻ കാണുന്നു ഈ ജാതകപ്രകാരം. അത് മോശവും വരില്ല. ശുക്രന്റെ മുമ്പ് തന്നെ ഉണ്ടാവും. പക്ഷെ ശുക്രന്റെ കാലത്ത് അത് നല്ലതായിട്ട് വരും. അത് അയാളും പറയുന്നില്ലേ, നിങ്ങൾ തമ്മിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ലേ? അല്ല അത് മാനസികമായിട്ട് അയാൾക്ക് മാറ്റം വരും. അല്ല മനുഷ്യൻ എല്ലാ കാലവും ഒരുപോലെ അല്ലല്ലോ, ഒരുപോലെ ആയിട്ട് അല്ല. അത് മാറ്റം വരുമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എൻ്റെ വാക്കുകൾ. ഏതായാലും ഇതിന് വേറെ വല്ല പരിഹാരങ്ങളും വേണമെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടണം. അത് ജാതകപ്രകാരം അങ്ങനെ താല്പര്യമുണ്ട്, നിങ്ങൾ എന്നെ ബന്ധപ്പെടൂ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത്, ദൈവികമായിട്ട് ഇത്തരം വലിയ വരുമാനങ്ങളൊക്കെ വരുന്ന ആളുകൾ അവർ അത്രമാത്രം ഓരോരുത്തൻ വന്ന് ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നത്, കാരണം തന്ത്രിയെപ്പോലെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാൻ
കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ അതിൻ്റെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ അതിന് തെളിവുണ്ടാവും. കാരണം തന്ത്രി നാളെ കൊണ്ടുവരാൻ പോകുന്നത് സുപ്രീം കോടതി ജഡ്ജിയായിരിക്കും. അപ്പോൾ പോലീസുകാരുടെ തൊപ്പി തെറിക്കുന്ന പണിയാണ് തന്ത്രി തെറ്റ് ചെയ്തില്ലെങ്കിൽ. അതാണ് കാരണം അത്തരം വ്യക്തിയെ വെച്ച് വാദിക്കാൻ തന്ത്രിക്ക് സാധിക്കും. മറ്റീ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കോ അവരൊക്കെ സാധിക്കണമെന്നില്ല. അവരൊക്കെ പിന്നെ ഇതേപോലെയുള്ള സമ്പന്നനല്ല. ഇപ്പോൾ കൂട്ടത്തിലേറ്റവും സമ്പന്നൻ തന്ത്രിയാണ്. അപ്പോൾ സമ്പന്നനായ തന്ത്രിക്ക് 1 കോടി രൂപ കൊടുത്തിട്ട് പിന്നെ ഡൽഹിയിൽ നിന്ന് അത്തരത്തിലുള്ള വക്കീലുമാരുണ്ട്. ഇവിടെ തന്നെ പിന്നെ ദിലീപൊക്കെ രാമൻപിള്ളേനെ വെച്ചിട്ട് അയാൾക്കൊക്കെ എത്രയോ ലക്ഷങ്ങളും കോടികളും കൊടുക്കണം. അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് കൊടുക്കേണ്ട വക്കീലുമാരാണ്. മിനിറ്റിന് പൈസയുള്ള ആളുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ. ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ അവർക്ക് ഒരു മിനിറ്റിനാണ് ഇത്ര ഉറുപ്പിക, മറ്റേ അല്ലാതെ മണിക്കൂറിനൊന്നുമല്ല. അപ്പം അത്രമാത്രം വലിയ വക്കീലിനെയൊക്കെ കൊണ്ടുവരാൻ തന്ത്രിക്കൊക്കെ സാധിക്കും. അപ്പോൾ അത് കൊണ്ടുവന്ന് തന്ത്രിക്ക് ഏതെങ്കിലും കാരണവശാൽ തന്ത്രി ഇതിൽ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു എന്ന് വിചാരിക്കാം. പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ആരുടെയും തലയിൽ തൊപ്പി ഉണ്ടാകുമോ? അവരെന്താ പൊട്ടന്മാരാണോ? അവരൊക്കെ അതിനുള്ള തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരാളെ തൊടാൻ കുറച്ച് ഞാൻ നാടൻ ഭാഷയുണ്ട്, അത് ഞാൻ പറയുന്നില്ല, ഒന്ന് വിറക്കും അത്ര തന്നെ. അപ്പോൾ അങ്ങനെ അല്ലാതെ അവർക്ക് അതിനുള്ള കൃത്യമായ ഇതുണ്ട്. പിന്നെ ഇതിന് മേൽനോട്ടം വഹിക്കുന്ന 2 ജഡ്ജിമാരാണ്. ആ ജഡ്ജിമാരെ മുമ്പിലും അവർ നാളെയോ മറ്റന്നാളോ സമാധാനം പറയണം. ഇന്ന കാരണത്താൽ അവർക്ക് ആ ജഡ്ജിമാർക്ക് എന്തായാലും ഒരു പക്ഷപാതവും ഉണ്ടാവില്ലല്ലോ. അവരുടെ ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അവരെ മുമ്പിൽ ഇനി നാളെ മന്ത്രിയെ പിടിക്കുന്നുണ്ടെങ്കിൽ മന്ത്രിയെ പിടിച്ചോട്ടെ. പക്ഷെ അത് എന്നെ ബാധിക്കാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം രാഷ്ട്രീയക്കാരൻ്റെ തട്ടിപ്പും കളവും ഒക്കെ എന്നെ എങ്ങനെയാണ് ബാധിക്കുക? ഇതെന്നെ ബാധിക്കുകയും ചെയ്യും നേരിട്ട്. എൻ്റെ മുഖത്തൊക്കെ ചോദിക്കില്ലേ നിങ്ങളെപ്പോലത്തെ കള്ളപ്പൂജാരിമാർ എന്നൊക്കെ പറഞ്ഞ് നാളെ ഏതെങ്കിലും ഒരുത്തൻ ഫോണിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് മറുപടി പറയും? നിങ്ങളുടെ തന്ത്രിയല്ലേ കട്ടതെന്ന് ചോദിച്ചാൽ എന്താണ് എനിക്ക് ഒരു ഭക്തൻ എന്നുള്ള രൂപത്തിൽ ഞാൻ എന്താണ് പറയുക അയാളോട്? ഇതാണ് വിഷയം. അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ഞാൻ വലിയ പോസ്റ്റ് ഇട്ടു. അതാണെങ്കിൽ കത്തിക്കയറുകയാണ് പോസ്റ്റ്. 2 ലക്ഷം ആൾ കണ്ടു. അപ്പോൾ അത് പിന്നെ AI ആണ് തീരുമാനിക്കുക. എനിക്കാകെ 5000 സുഹൃത്തുക്കളും 10,000 ഫോളോവേഴ്സും മാത്രമേ ഉള്ളൂ. പക്ഷേ അത് 2 ലക്ഷം ആൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണത്? അത് ഈ ഫേസ്ബുക്കിൻ്റെ അൽഗരിതം എന്നുള്ള ഒരു സംഗതിയുണ്ട്. അവരാണ് അതിൻ്റെ ഇതെത്രമാത്രം ഈ കണ്ടൻറ്റ് ഇന്ദുലാൽ എന്നുള്ള ഞങ്ങളുടെ കസ്റ്റമർ ഇട്ടിരിക്കുന്ന ഈ കണ്ടൻറ്റ്, അതാണ് കണ്ടൻറ്റ് മോണിറ്റൈസർ എന്ന് പറയും. അത് എത്രമാത്രം ഉയർന്ന പടിയിൽ നിൽക്കുന്നതാണ് എന്ന് തീരുമാനിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ്. ആ AI ആണ് ഈ പോസ്റ്റ് ഇന്ദുലാലിൻ്റെ സുഹൃത്തുക്കളെ മാത്രം കാണിച്ചാൽ പോരാ, ഇന്ദുലാലിൻ്റെ ഫോളോവേഴ്സിനെ മാത്രം കാണിച്ചാൽ പോരാ, ഇത് മൊത്തം കാണിക്കണം എന്ന് തീരുമാനിക്കുന്ന അവരാണ്. അങ്ങനെയാണ് അത് കത്തിപ്പടർന്നത്. ഇനി പോസ്റ്റ് പിടിവിട്ടു. അപ്പോൾ ഇനി എങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 3 ലക്ഷം 4 ലക്ഷം വെച്ച് നിൽക്കുമായിരിക്കും, ചിലപ്പോൾ 2.5ക്ക് ഒതുങ്ങാം. ഏതായാലും പോസ്റ്റ് വൈറലായി. ഇപ്പോൾ ഇതിൻ്റെ കാരണം AI-യുടെ തിരഞ്ഞെടുപ്പാണ്. അതാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും കൂടി ഞാൻ അതിൻ്റെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. പിന്നെ നിങ്ങളാർക്കെങ്കിലും അത്തരം ഈ മേഖലയിൽ പണിയെടുത്തിട്ട് 10 ഉറുപ്പിക ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി പഠിപ്പിച്ച് തരികയാണ് ഞാൻ. ഇതൊക്കെ ചെറുപ്പക്കാരുടെ മേഖലയാണ്. എന്നിട്ട് ഞാനിങ്ങനെ ദേവിയുടെ സഹായത്താൽ ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ കളിച്ചിട്ട്
അത്യാവശ്യം എന്തൊക്കെയോ ഇത്ര ചില്ലറയൊക്കെ കിട്ടുന്നു. പിന്നെ എന്നെ അത്രയും ആളുകൾ കാണുകയും ചെയ്യല്ലോ, അതെനിക്കും നല്ലതാണല്ലോ. അവർ ഇപ്പോൾ ഇന്നലെ തന്നെ കുറേ പേര് എനിക്ക് പൈസ അയച്ചു, ജാതകം നോക്കാൻ പറയുന്നു. എന്താണ് കാര്യം? അവർ ഇപ്പോൾ നിങ്ങളെ ഫേസ്ബുക്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഇത് കണ്ടിട്ടാണെന്നാണ് അവർ പറയുന്നത്. ചോദിച്ചപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും ബോംബെ നിന്നൊക്കെ പൈസ അയച്ച ആൾക്കാർ. തന്ത്രിക്ക് ഇങ്ങനെ 500 വെറുതെ കൊടുക്കുമ്പോൾ നമുക്ക് ജാതകം നോക്കാൻ 500 തരുമല്ലോ. അത് മോശമല്ലല്ലോ. അപ്പോൾ അത് നമുക്ക് മേടിച്ച് ചാക്കരി മേടിക്കണ്ടേ? അപ്പോൾ ഈ ചാക്കരി മേടിക്കാനുള്ള പൈസ ഇങ്ങനെ എവിടുന്നെങ്കിലും ദേവി എത്തിക്കും. അത് അയ്യപ്പനായാലും തന്ത്രി മുഖാന്തരം എനിക്ക് എത്തിച്ചേരും. കാരണം ഞാൻ അയ്യപ്പൻ്റെ ഭക്തനും കൂടിയാണ്. വളരെയേറെ ശബരിമലയിൽ ദർശനം നടത്തിയ ആളാണ്. അതുകൊണ്ട് എനിക്ക് അയ്യപ്പനുമായിട്ട് ഭയങ്കരമായ ബന്ധമുണ്ട്. ഒപ്പം അവിടെയുള്ളത് അതിശക്തിയാർന്ന മാളികപ്പുറത്തമ്മ, മഹാദുർഗ, മഹാകാളി എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കുക. അതിൻ്റെ അത്രമാത്രം പവർഫുള്ളാണത്. അത് ആ ദേവിയേക്ക് അയ്യപ്പനാണോ ദേവിക്കാണോ ശക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, അത്രമാത്രമാണ്. പിന്നെ അയ്യപ്പൻ പൊതുവെ ശാന്തനാണ്, യോഗനിദ്രയിലിരിക്കുന്ന ഭാവമല്ലേ. അത്തരം മൂർത്തികൾ ശാന്തമൂർത്തികളായിരിക്കും. ദേവിക്ക് അങ്ങനത്തെ കണക്കൊന്നുമില്ല. ദേവി വീടില്ല, അവിടെയൊക്കെ കയറി കളിച്ച് എല്ലാവരെയും ഒതുക്കും. നിങ്ങൾക്കെൻ്റെ വാക്കുകളുടെ സത്യം വരുന്ന ആളുകളിൽ മനസ്സിലാക്കാൻ കഴിയും. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ നിന്ന്. കണ്ണൂർ, പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 19/9/97. സമയം രാവിലെ 8:22. ഹലോ, 8:22. അതെ. അശ്വതി. അശ്വതി. ആരുടേതാണ്? മോളുതാണ്. എന്താണ് മോളെ കൊണ്ട് അറിയേണ്ട വിഷയം പറയൂ. മോള് ജോലി ഗൾഫിൽ പോയിട്ടുണ്ട്, ജോലിയൊന്നും ശരിയായില്ല, അറിയാൻ വേണ്ടി. ജോലി ശരിയാവുന്നില്ല അല്ലേ? ഇല്ല. ഇല്ല. അത് ഏരശനിയുടെ ഒരു ഉപദ്രവമുള്ള സമയമാണിത്. ദശ കൊണ്ട് കുഴപ്പമല്ല, ദശ കൊണ്ട് ഗുണമില്ല, പക്ഷെ അപകാരം കൊണ്ട് നല്ലതാണ്. അതുകൊണ്ട് 28-ാം മാസത്തിനുള്ളിൽ ശരിയാവും. എങ്കിലും ഏരശനി അതിന് കാലതാമസം വരുത്തുന്നു. അതാണ് ഉദ്ദേശിക്കാതെ ഇങ്ങനെ വലിഞ്ഞു പോവുകയാണത്. ലാഗ് വരുന്നു, ലാഗ്. അപ്പോൾ അതാണ്, അത്രയേ ഉള്ളൂ. അതല്ല, പക്ഷെ അതിൽ നിന്നും രക്ഷപ്പെട്ട് വരും. അശ്വതിയിൽ അച്ചി പിറക്കണമെന്നല്ലേ, പെണ്ണിന് നല്ല നക്ഷത്രമല്ലേ. അശ്വതിയിൽ അങ്ങനെയാ പറയുക. ആണിനാണെങ്കിൽ വളരെ കുറച്ച് കളിക്കും, പെണ്ണാവുമ്പോൾ അശ്വതിയിൽ അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നീചഭംഗ രാജയോഗം അടക്കം എല്ലാ യോഗങ്ങളും ഉണ്ട്. കേസരി യോഗം, അങ്ങനെയുള്ള പലതരത്തിലുള്ള യോഗങ്ങളും ഉണ്ട്. പിന്നെ പ്രണയവിവാഹം ആകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ നല്ലത്. വിവാഹം കഴിഞ്ഞു, പ്രണയവിവാഹമല്ല, കഴിഞ്ഞിട്ട് 2 കൊല്ലമായി. അത് കുരുത്തമായില്ല, പോട്ടെ. അല്ല, അത് നല്ല ഇതിൽ തന്നെയാ പോകുന്നത്. അതല്ല പറഞ്ഞേ, മറ്റേ മതി എന്തോ ആട്ടെ. അപ്പൊ ഏതായാലും ഇപ്പം പിന്നെ വിവാഹം കൊണ്ട് കുറച്ച് തൻ്റെ ഇടമുള്ള ആളായിരിക്കുമെന്നാണ്. കല്യാണം കഴിച്ച ഏതൊരാളായാലും അയാൾ ഭയങ്കര കുറച്ച് കരുത്തനായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവർ തമ്മിൽ അറ്റാച്ച്മെൻറ്റും ഉണ്ടാവും, എന്തോ ആവട്ടെ. അതൊക്കെ ഇപ്പം സർവ്വസാധാരണമായ സംഗതി. ഏതായാലും പിന്നെ അങ്ങനെ വിവാഹം നടന്നു. പിന്നെ ഇപ്പം ജോലിയുടെ കാര്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അതിന് തടസ്സമായിട്ടുള്ളത് ഏരശനിയാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാം. അത് നിങ്ങൾ അവളുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ തന്നെ അത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് പറയാം.
ഓളിപ്പോ ഇവിടെ ഇല്ല, ഗൾഫിലില്ല. അല്ല ഒന്ന് ഗൾഫിൽ അതെ. ആയിരക്കണക്കിന് ആളുകൾ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നില്ലേ, അതൊന്നും ഒരു അതെ, പ്രശ്നം. അതെ. അതൊക്കെ നമുക്ക് നിങ്ങൾക്ക് അത് പരിഹാരം വേണമെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെട്ടാൽ മതി, അത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ കുട്ടികള് ഒന്നും ആയില്ല. അതൊക്കെ ആയിക്കോളും, അതൊക്കെ ഇവിടെ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല, അതൊക്കെ ശരിയാവും. ആ ആ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും വരില്ല. പിന്നെ ഒരു സൂപ്പറായ ഒരു ചന്ദ്രദശി ഉണ്ടല്ലോ, ആ സമയത്ത് എല്ലാം ഭയങ്കര ഐശ്വര്യമായിട്ട് വരും. അത് 30 വയസ്സിന് മേലോട്ട്. അതൊരു സൂപ്പർ ചന്ദ്രദശി തന്നെയാണ്, നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണെന്ന്. അത് ആ കാലത്തെല്ലാം നേരെയാവും. ഓക്കെ, ശരി. അതുകൊണ്ട് നമ്മളിനി അതുപോട്ടെ, ഇനി ഓരോരുത്തരുടെ യോഗം പോലെ ഓരോ ആൾ, എൻ്റെ വിധി പോലെ ഞാൻ കഴിയുമെന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? ഓരോരുത്തരും ഓരോ വിധിയുണ്ടാവും, ആ വിധിപ്രകാരമേ കാര്യങ്ങൾ മുമ്പോട്ട് പോവുള്ളൂ. ആരെന്ത് വിചാരിച്ചാലും ആ വിധിയെ മറികടക്കാനും അയാൾക്കും ആവില്ല, മറ്റുള്ളവർക്കും ആവില്ല. അതാണ്, വിധികളിൽ നിന്നും ആരും മുക്തരല്ല. നമ്മൾ നാടൻ ഭാഷയിൽ തലയിലെഴുത്ത് എന്ന് പറയും. അതാണ്, അത്തരം യോഗങ്ങളുണ്ടെങ്കിൽ അത് അനുഭവിച്ച് തന്നെ പോകണം. ഇത്രയും പ്രശസ്തിയിൽ നിന്നിട്ട് ഇത്തരം പേരുദോഷം വരിക, കക്കുന്ന പോലെയോ പെണ്ണ് പിടിക്കുന്ന പോലെയോ അല്ല ഇത്, കള്ളൻ എന്നുള്ളതാണ്. അത് നമ്മൾക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കാൻ പാടില്ലാത്തൊരു ആരോപണമാണ്. 420 വിശ്വാസവഞ്ചന. പിന്നെ മറ്റൊന്ന് പോക്സോ കേസിലെ പ്രതിയാവുന്നതാണ്, അതും വളരെയേറെ അപമാനിതമായ സംഗതിയാണ്. ഈ മറ്റ് മനുഷ്യജന്മം പലതും കേൾക്കും, അതൊക്കെ വേറെ കാര്യം, അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ചില ആൾ ഭയങ്കരമായിട്ട് എന്താണ് പറയുക, ഭയങ്കര ജെന്റിൽമാനായിട്ട് ജീവിക്കും, അവനും ചത്തുപോവും. ഈ ജെന്റിൽമാൻ അല്ലാതെ മനുഷ്യനും ചാവും, ആരും ഇവിടെ ബാക്കിയൊന്നുമില്ലല്ലോ. യേശുക്രിസ്തു പോലും അവസാനം ചിന്തിച്ചിരുന്നു പോലും, അതാണ് ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. ഞാനെന്തിനിത്ര നല്ലവനായി എൻ്റെ കർത്താവേന്ന് യേശു ചിന്തിച്ചു എന്നാണ് പറയുന്നത്. നല്ലവനായിട്ട് കുരിശുപൊക്കറ്റല്ലേ ഇത്, ഇത്രയും നല്ലവനായിട്ട് എന്താണ് ഇങ്ങനെ വെച്ചിട്ട് അടിക്കുകയല്ലേ ഇത് ഇരുമ്പാണി. എത്ര നല്ലവനായിട്ടാണ് ജീവിച്ചത്, കിട്ടിയ കൂലി എന്താണ്? അതുകൊണ്ട് വലിയ നല്ലവനായിട്ടൊന്നും കാര്യമില്ല, കുരിശുപൊക്കറ്റി ആണി അടിക്കും, അറിയോ? നിങ്ങൾ വലിയ നല്ലവനാന്ന് പറഞ്ഞിട്ട് ജീവിച്ചിട്ട് അവസാനം വളരെ നല്ലവനായിരുന്നു ഗാന്ധി, ഉണ്ടയല്ലേ കിട്ടിയത്, വെടിയുണ്ട. തൻ്റെ നാട്ടിന് വേണ്ടി മാത്രം ജീവിച്ചവനാ ആര്? മണ്ടേല. 6 അടി 2 ഇഞ്ച് പൊക്കമായിരുന്നു, 5.5 അടി വീതിയും 5.5 അടി നീളവും 5.5 അടി ഉയരവുമുള്ള റൂമിലാണ് 30 കൊല്ലം. അതിൽ 10 കൊല്ലം മറ്റോ ഇരുട്ടറയിൽ വിട്ടു. എന്താണ് മണ്ടേല ചെയ്തത് തെറ്റ്? അതേസമയം ഏറ്റവും വലിയ ക്രിമിനലായ പിന്നെ ഈ ട്രംപൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് ശ്രദ്ധിക്കുക. ക്രിമിനൽ തന്നെ പറയും ഞാനൊക്കെ, അതൊക്കെ ക്രിമിനലാണ്. അത്തരത്തിലുള്ള ക്രിമിനലായ ഇനിയിപ്പോൾ ലോകത്ത് തന്നെ യുദ്ധം വരാൻ പോവുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡുള്ളവരൊക്കെ വളരെ സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്. ഈ പറയുന്ന ഇത്തരം ആളുകൾ പണ്ട് ഉരുണ്ടതാണ് ഭൂമി എന്ന് പറഞ്ഞതിനല്ലേ തൂക്കിക്കൊന്നു കളഞ്ഞ ഗലീലിയോനെ. അതുകൊണ്ട് ഒരുപാട് ആ പരമസത്യം പറഞ്ഞതിനല്ലേ തൂക്കിയത്. അപ്പം ഇത് വലിയ നല്ലവനായിട്ടും വലിയ അവൻ്റെയും ബലമൊക്കെ ഇത് തന്നെ. പിന്നെ കുറച്ചുകൂടി സമാധാനം, അധികം നല്ലവനാകാണ്ട് ജീവിച്ചു എന്നുള്ള സമാധാനത്തിൽ അങ്ങ് പോകാമല്ലോ. ഏതായാലും കള്ളലാണെന്നൊന്നും പറയുന്നില്ലല്ലോ. കണ്ടുവിടാതെ ഒരു പറ്റിക്കലുകാരനാണെന്ന് പറയും, കല്ലു കൊടുത്ത് പറ്റിക്കുകയാണ്. ആയിക്കോട്ടെ, 28 കൊല്ലമായിട്ട് പറ്റിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇതല്ലേ, എൻ്റെ പവറല്ലേ, അത് എൻ്റെ കഴിവല്ലേ. അത് 28 കൊല്ലം നാട്ടുകാരെ പറ്റിച്ചിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലേ അതെൻ്റെ കഴിവ് തന്നെയാണ്, ആരും ഒന്നും വിചാരിക്കണ്ട. അത്രമാത്രം കഴിവ് എനിക്ക് ദൈവം തന്നിനെങ്കിലേ 28 കൊല്ലം തുടർച്ചയായിട്ട് പറ്റിക്കാനേ
വല്ലാത്തൊരു കഴിവ് തന്നെയാണത്. ഏതായാലും കള്ളന്മാരും പറയില്ലല്ലോ, പറ്റിക്കലുകാരെന്ന് പറയുന്നുണ്ട്. ആ പറഞ്ഞോട്ടെ. ഒരു കോളുണ്ട്. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കുറ്റൂര് പയ്യന്നൂരിന്റെ അടുത്ത്. ആ ശരി, പറഞ്ഞോളൂ. 9/1/2000 സന്ധ്യക്ക് 7:16. 7:16 കാലത്താണോ? സന്ധ്യക്ക്, വൈകുന്നേരം. ആ വിട്ട നക്ഷത്രം ആ, ആരുടേതാണെന്ന് പറയൂ. മോള് മോളാണ്. എന്താണ് മോളെ കൊണ്ട്? വിദ്യാഭ്യാസം കഴിഞ്ഞു, ജോലിയിലൊന്നും ആയിട്ടില്ല. കല്യാണോ? ഇല്ലാണ്, ഇപ്പഴേ വേണ്ടാന്നാ പറഞ്ഞു. അല്ല, അത് വേണ്ടാന്ന് പറയുന്നില്ല, അത് നടക്കാനും നടന്നു കിട്ടിയാൽ നന്നാവാനും വളരെ വിഷമമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെ പറയുന്നത്. മൊത്തത്തിൽ പെൺകുട്ടികൾ പറയുന്നതാണ്. പക്ഷേ ഇവളോട് ഇങ്ങനെ പറഞ്ഞേക്കൂ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവളെ ജാതകത്തിൽ. അതിപ്പോഴേ അത് ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അതിനെ കൂടുതൽ കുഴപ്പത്തിലാക്കണ്ടെന്ന് പറയൂ. കാരണം കല്യാണത്തിൻ്റെ ഒരു നല്ല സമയം 28 5-ാം മാസത്തിന് ശേഷമുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇനിയും ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടാണത്. ഇപ്പോൾ ഉള്ള ശനീൻ്റെ അപഹാരം ഒട്ടും ശരിയല്ല. അതുകൊണ്ട് കല്യാണം വേണ്ട, അത് വേറെ കാര്യം. ഇപ്പം പക്ഷേ അത് കഴിഞ്ഞാൽ സമ്മതിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അത് പിന്നെ വളരെ പ്രായമായി പിന്നെ ഒരു കുഴപ്പത്തിലേക്കാവും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ഞാൻ പറഞ്ഞു എന്ന് പറയുക. ജ്യോതിഷത്തിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചിലർക്കുണ്ടാവും, ചിലർക്ക് അതൊന്നും ഉണ്ടാവില്ല. ജോലി എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ എവിടെയാണ് ഇവൾ ഉള്ളത്? നാട്ടിൽ തന്നെ. എവിടെയാണ് നോക്കുന്നത്? ബാംഗ്ലൂരാണോ? അതെന്താ, അത് കിട്ടുമെന്നാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ അത് ശരിയാവുമെന്നാണ് കാണുന്നത്. വലിയ താമസം വരില്ല. കാരണം അഭിവൃദ്ധി ഉണ്ടാവും. ജോലിയിൽ മെച്ചം പ്രതീക്ഷിക്കാം ഉറപ്പായിട്ടും. ഉണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു, ചൊവ്വാദോഷം മാത്രമല്ല, 7-ാം ഭാവാധിപന് നീചാവസ്ഥ, 7-ലും 8-ലും പാപഗ്രഹങ്ങൾ, അതൊക്കെ വളരെയേറെ ജ്യോതിഷപരമായിട്ട് വളരെയേറെ ദോഷങ്ങളുള്ളതാണ്. അതിനൊക്കെ പരിഹാരങ്ങൾ ചെയ്യേണ്ടതുമാണ്. അതൊന്നും പിന്നെ ആരോടും ഇപ്പം പറയാറില്ല. ഇങ്ങോട്ട് വരുന്നവർക്ക് മാത്രം ചെയ്യാമെന്നുള്ളതാണ് രീതി. കാരണം ഇതൊക്കെ ഒരു മാതിരി ആയിപ്പോയല്ലോ. ഒരുപാട് ആൾക്കാർ എന്തൊക്കെയോ പറയുന്നു. ഇത് ദോഷമില്ലാത്ത യോഗ്യാന്നൊക്കെ പറയാൻ ആളുണ്ടാവും. അതൊന്നും കേട്ടിട്ട് ഇതൊന്നും തെളിവ് തരാനാവില്ല. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ എവിടെയോ കിടക്കുന്ന ചൊവ്വ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളെ മാത്രം എന്നൊക്കെ ചോദിക്കുന്ന ആളുണ്ട്. അതൊക്കെ ഉണ്ടാവട്ടെ, അതൊക്കെ സ്വാഭാവികമല്ലേ. അല്ല, അതല്ല, അങ്ങനെയല്ല. അത് ഒരു അടുത്തിങ്ങനെ അന്വേഷിച്ചിട്ടാകുമ്പോ പറഞ്ഞേ വിവാഹം കഴിക്കാൻ മുതിരണ്ട. അതെന്തിനാ? അതാര് പറയാൻ? ആർക്കാണ് അവകാശം? ചൊവ്വയുള്ളത് കൊണ്ടും ബാക്കി എന്തോ ആവട്ടെ, പ്രണയം ശരിയായ അനുരാഗം വന്നാൽ ചൊവ്വ ബാധിക്കില്ലെന്നല്ലേ? അത് നിങ്ങൾക്കറിയാമോ? അങ്ങനെയുണ്ട്. സംഭവം ഈ ഡ്യൂപ്ലിക്കേറ്റ് പ്രണയമാണെങ്കിൽ വേറെ, തേച്ച് പോകുന്ന പ്രണയം. ഈ ചങ്കിന് പിന്നെ അസ്ഥിക്ക് പിടിച്ച പ്രണയമാണെങ്കിൽ ആ പ്രണയം ഉള്ളവരെ ജ്യോതിഷി പിരിക്കാൻ പാടില്ലെന്നാണ് ശാസ്ത്രത്തിൽ വിധി. ഒരു ദോഷത്തിൻ്റെ പേരിലും അവരെ പിരിക്കാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് പ്രണയത്തിനൊന്നും ഞാൻ എതിരല്ല. പിന്നെ പ്രണയമൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായ സംഭവം, ആ തേപ്പും സർവ്വസാധാരണം. അതുകൊണ്ട് തേക്കുന്നവർ തേക്കട്ടെ, ഒറിജിനൽ ആൾക്കാർ ആ ഒറിജിനൽ പ്രേമവും കൊണ്ട് പോകട്ടെ. ഇപ്പം നിലവിൽ അത് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ആ ഒരു മൂർധന്യ സമയം കഴിഞ്ഞല്ലേ. ഇനിയിപ്പോൾ അങ്ങനെ കണ്ണടച്ചിട്ടുള്ള പ്രേമം വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. ഇനി വന്നാലും നല്ല പ്രേമല്ലേ വരൂ. പിന്നെ ഇതിപ്പം പ്രേമിക്കുമ്പോൾ ജാതക ദോഷമെല്ലാം നോക്കിയിട്ട് പ്രേമിക്കാൻ പറ്റുമോ? അതിപ്പം ഈ ഇഷ്ടം കയറുന്നത് എങ്ങനെയാണ്, ആർക്കാരോടാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഇഷ്ടം കയറുക എന്നുള്ളത് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയില്ലേ? ഇത്രയും പ്രായമായില്ലേ നമുക്ക്. അത് മനുഷ്യൻ എപ്പോഴും ആരോട് എങ്ങനെ വരും എന്നുള്ള പറയാൻ പറ്റുമോ?
അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമുക്ക് അവളോട് പറയാൻ പറ്റില്ല. ഞാനൊരു പൊട്ടനെ പോലെ സംസാരിക്കില്ല. നിൻ്റെ ജാതകത്തിൽ ഇങ്ങനെ ചൊവ്വാദോഷമുണ്ട് മോളെ, നീ ചൊവ്വയുള്ളവനെ നോക്കി പ്രേമിക്കണമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനല്ല, അത് പറഞ്ഞത് കല്യാണം തീരുമാനം എടുക്കുമ്പോ അതെ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഈ ജ്യോതിഷിക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ചിന്ത വേണം. അതില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയും. അതിപ്പോൾ ഒരാളോട് പ്രേമിക്കണ്ട എന്നൊക്കെ പറയാനും ജ്യോതിഷിക്ക് എന്താ അധികാരം? അത് അയാളുടെ ഹൃദയത്തിൻ്റെ പ്രശ്നമല്ലേ, പ്രണയം, അനുരാഗം. ഇല്ലോണ്ട് സൂക്ഷിക്കണം. അങ്ങനെ കല്യാണം നോക്കുമ്പോ ഉള്ളത് നല്ല ബന്ധമായിരിക്കും ആ സമയത്ത്. എങ്ങനെ 28 വയസ്സിന് ശേഷം കല്യാണം കഴിഞ്ഞാൽ നല്ല ബന്ധം കിട്ടാൻ സാധ്യതയുണ്ടാ? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ദാമ്പത്യമായിരിക്കും. അത് പ്രേമിച്ചാലും ശരി, ഒറിജിനലായാലും ശരി. ചിലപ്പോൾ അത് ഒന്ന് പോയിട്ട് രണ്ടാമത് കൈക്കെട്ടിയും വരും. അതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണല്ലേ. അതിപ്പോൾ അതിലൊക്കെ എന്താണ്? കാലം മാറി. നമ്മൾ വെറുതെ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം ഞാൻ കുറേയും കൂടി ഉയർന്ന ചിന്തയിലേക്ക് മാറി. നിങ്ങളത് ഇപ്പോഴും പഴയ ചിന്തയിൽ തന്നെ നിൽക്കുകയാണ്. കാലം മാറിക്കഴിഞ്ഞു. ഇത്തരം ചിന്തകളൊക്കെ ഉപേക്ഷിക്കൂ. ഇനി സമാധാനത്തിൽ ജീവിക്കൂ. മകളെ ഭാവിയൊന്നും എന്തായാലും കുഴപ്പമില്ല. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ പിന്നെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ ജീവിതം വളരെ മോശം, അവൾക്ക് ജോലിയൊന്നുമില്ല. ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇപ്പം എല്ലാ പെൺകുട്ടികളും അവരെ കയ്യിൽ വലിയ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് അവർക്ക് ഒരു 20,000 രൂപേൻ്റെ പണിയൊന്നും മേടിക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ഇനി അതും സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കും ഇപ്പം എന്താ പറയുക, പിന്നെ ഹോം നേഴ്സായിട്ടും മറ്റൊക്കെ ആയിട്ട് പല രൂപത്തിലുള്ള ജീവിക്കാൻ ഒരു തരത്തിലുള്ള തടസ്സവും ഇല്ലാത്തൊരു ലോകത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ഒരു അമ്മയും അച്ഛനും ഇപ്പോൾ ഉത്കണ്ഠാകുലരാവുന്നില്ല. പണ്ട് എൻ്റെ മകളെ കല്യാണം കഴിക്കുന്നവന് എങ്ങനെയുള്ളവനായിരിക്കും, ഇങ്ങനെയുള്ള ചിന്തകളും ഇതൊക്കെ ആയിരുന്നു. അതെല്ലാം പോയി. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും നിങ്ങളിനി വെക്കണ്ട. നിങ്ങളുടെ മകൾ അവളുടെ ദൈവാനുഗ്രഹമുള്ളവളാണ്. എന്തായാലും നല്ല നിലയിലായിത്തീരും. പിന്നെ വിവാഹ സംബന്ധമായിട്ട് ദോഷത്തിന് പരിഹാരം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് ബന്ധപ്പെടാം. ഓക്കെ? കിട്ടും ജോലി കിട്ടും. ഓക്കെ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഏതായാലും നമുക്ക് പിന്നെ എന്താണ്, യാദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത. ഇവിടെ പക്ഷേ ദേവിയുടെ ശ്രദ്ധ എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും നമുക്ക് ശ്രദ്ധ വേണം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഫലം പറയുന്നു. ആ ഫലം പറയുന്ന സമയത്ത് എനിക്ക് ശ്രദ്ധ വേണം, അല്ലെ ഫലം പാളിപ്പോവും. പക്ഷേ ഇവിടെ ഈ ദേവീ മഹാത്മ്യത്തിലുള്ള ഈ അധ്യായത്തിൽ 5-ാം അധ്യായത്തിലുള്ള ഈ സ്തുതിയിൽ ശ്രദ്ധ എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്തിമാർഗത്തിലും വേദോക്തകളിലും മറ്റൊക്കെയുള്ള ശ്രദ്ധ, അതായത് ദൈവിക വിഷയത്തിലുള്ള ശ്രദ്ധ, അതാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവേ മനുഷ്യന് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാന എന്ന് പറയുന്നു. ശ്രദ്ധിക്കുന്നവന് ജ്ഞാനം ലഭിക്കുന്നു. എല്ലാവർക്കും അത് ഉണ്ടാവുന്നില്ലല്ലോ. അവർക്ക് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അറിവ് മാത്രമല്ലേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം അറിവുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നില്ലേ? അത് അവർ ശ്രദ്ധിക്കുന്നവരാണ് കൂടുതൽ. ആനുകാലികങ്ങൾ ഒക്കെ അവർ ആനുകാലിക സംഭവ വികാസങ്ങൾ അല്ല പുതിയ കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നത് വർത്തമാനം പറയാൻ പറ്റുന്നത്. എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള പലർക്കും AM എന്നൊന്നും പറഞ്ഞാൽ ഒന്നും തിരിയില്ല. ഇനിയിപ്പോൾ AM കാലമാണ് വരാൻ പോകുന്നത്. ഇത് അതേപോലെ ചിന്ത അപ്ഡേറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതും മനുഷ്യരുടെ ഒരു പ്രധാന സംഗതിയാണ്. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ചിന്ത മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. പഴയ ചിന്തകൾ, അതാണ് ഞാൻ നേരത്തെ 2 പേരോട് പറഞ്ഞു കേട്ടില്ല. ഒരാൾ മക്കളെ കാര്യത്തിൽ ഉത്കണ്ഠാകില്ല. ഞാൻ പറഞ്ഞു എന്താവശ്യത്തിന് ഈ പ്രായത്തിൽ നിങ്ങൾ മക്കളെ കാര്യം ആലോചിച്ച് തലമുണ്ടാക്കുന്നത് ന്യായമല്ലേ? ഇനി ഇപ്പം ചോദിച്ച അമ്മയോട് മകളെ കല്യാണം പ്രേമിച്ചിട്ടോ മറ്റേതോ മറിച്ചതോ എന്തോ ആവട്ടെ, ജ്യോതിഷപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അത് വേറെ കാര്യം. അതിനെ ഓർത്തിട്ട് നിങ്ങളിങ്ങനെ ഇതടിക്കല്ല എന്ന് പറഞ്ഞു. അത് ശരിയല്ലേ? കാരണം ഈ കാലത്തിൻ്റെ ഈ പുതിയ മാറ്റത്തിൽ
എല്ലാ കാലവും പഴയ കാലത്തിന് ഇങ്ങനെ നല്ലതെന്ന് പറയും. കാലം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് വേറൊരു സംഭവം. അതൊരു നൈരന്തര്യമാണ്, ഒരു തുടർച്ചയാണ്. പിന്നെ ഓരോ കാലത്തും എൻ്റെ കാലം ചെറുപ്പമായിരുന്നു നല്ലതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും നമ്മൾ. അതിപ്പോൾ മനുഷ്യൻ അങ്ങനെയല്ലേ. ഞാൻ പറയൂ എൻ്റെ കാലത്ത്, എൻ്റെ മകൻ പറയൂ അയ്യോ എൻ്റെ കാലമായിരുന്നു ഭയങ്കര, അവൻ്റെ മോനും പറയൂ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ഇപ്പം പുതിയ പെൺകുട്ടികളുടെ കാര്യത്തിൽ വലിയൊരു പരിവർത്തനം വന്നിട്ടുണ്ട്. അത് ഒന്ന്, അവർക്ക് കല്യാണം വേണ്ട, അഥവാ വേണമെങ്കിൽ അതിൻ്റെതായ ഡിമാൻഡ്, ഭയങ്കര ഡിമാൻഡ്, അതൊക്കെ പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങളാണ്. അതിനിപ്പം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ ശ്രദ്ധ എല്ലാ വിഷയത്തിലും, ഞാൻ പറയുന്നത് ഇവിടുത്തെ അർത്ഥമാക്കിയിരിക്കുന്നത് ദൈവിക വിഷയത്തിലുള്ള ശ്രദ്ധയാണെങ്കിൽ മറ്റേ എന്താണ്, അങ്ങനെ അല്ലാതെ പിന്നെ മനുഷ്യനായാൽ സർവ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. അതില്ലാത്തവർ പരാജയപ്പെട്ടു പോകും ജീവിതത്തിൽ. അത് ഗൗരവത്തിൽ ശ്രദ്ധ വേണ്ട കുറേ വിഷയങ്ങളുണ്ട്. ഇനി ചുരുങ്ങിയ പക്ഷം ഒരു വാഹനം ഓടിക്കുന്നു, അവിടെ ഒരു ശ്രദ്ധക്കുറവ് വന്നാൽ ആൾ കാറ്റ് പോകും. 2 വീലറിലാണെങ്കിൽ പറയേ വേണ്ട. ഇപ്പം പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ 2 വീലർ എടുത്ത് ഇറങ്ങുന്ന കാലമല്ലേ. അതുകൊണ്ട് കേൾക്കുന്ന മക്കളോട് ഞാൻ പറയുന്നു, അതീവ ശ്രദ്ധ വേണ്ട കാര്യമാണ് ഡ്രൈവിങ്. 8 ലക്ഷം മുതൽ 10 ലക്ഷം, എന്തായാലും 8 ലക്ഷം ചുരുങ്ങിയത് 10 ലക്ഷത്തിന് മേലോട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ മൊത്തമുള്ള ഡ്രൈവിങ് എക്സ്പീരിയൻസ് അത് വെച്ചിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ശ്രദ്ധയോടുകൂടി മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവിതം ഇല്ലാതായി കളയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധ എന്ന് പറയുന്നത് ഈ ദൈവിക വിഷയത്തിലുള്ള ആത്മീയ കാര്യങ്ങളുള്ള ശ്രദ്ധയാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ജ്യോതിഷപരമായ കാര്യങ്ങൾ ഫലം അറിയേണ്ടവർക്ക് നേരിട്ട് വന്ന് ബുക്ക് ചെയ്ത് നേരിട്ട് വരാം. അല്ലാത്തവർക്ക് ഓൺലൈനിൽ ദക്ഷിണ അയച്ചുകൊണ്ട് ഡേറ്റും ടൈമും വാട്സാപ്പ് വഴി അയച്ച്, ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ച് അങ്ങനെയും ഫലം അറിയാൻ സൗകര്യമുണ്ട്. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഏതിനും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.